എല്ലാ യൂണിവേഴ്സിറ്റിയും സെയിം അല്ല. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ആലോചിച്ചാൽ മതി. നമ്മുടെ കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, പാരലൽ കോളേജുകളുണ്ട്. എല്ലാവരും പഠിപ്പിക്കുന്ന വിദ്യയല്ലേ, എല്ലാവരും പഠിപ്പിക്കുന്നത് ഏതാണ്ട് ഒരേ ടോപ്പിക്കുകൾ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം ജോലി കിട്ടുന്ന ഒരുപോലെയാണ്. അവിടുന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കെല്ലാം ഒരേപോലെയാണ് ജോലി കിട്ടുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും ഇവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയോട് കുറയുന്നു. വന്നിറങ്ങുന്ന സ്ഥലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈം റേറ്റ് മുതൽ താമസസൗകര്യം വരെ വന്നിറങ്ങുന്ന ഓരോ സ്ഥലത്തെയും കിട്ടുന്ന അവസരങ്ങൾ വ്യത്യാസമാണ്. ഹായ് ഗേസ്, ഇച്ചി വെച്ചിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് UK പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളോടാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിക്കാനായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ താല്പര്യപ്പെടുന്നവരുടെ രണ്ട് കൂട്ടരോട് കൂടിയാണ് പറയുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഈസി ഗോയിങ് ആയിട്ടുള്ള സ്വർഗം മാത്രമായിട്ടുള്ള ഒരു സ്ഥലമല്ല. അത് നിങ്ങളോട് ഏത് ഏജൻസി, ഏത് ആൾക്കാർ, ഇതിനു മുമ്പുള്ള ആൾക്കാർ, സീനിയേഴ്സ് ആരൊക്കെ ആയിക്കോട്ടെ, ആരൊക്കെ പറഞ്ഞാലും അത്രയൊരു സ്വർഗത്തിൽ മാത്രം വഴി വെട്ടിയ സ്ഥലത്തോട്ടല്ല നിങ്ങൾ വരാൻ പോകുന്നത്. ഏതൊരു പ്രവാസവും സ്ട്രഗിളാണ്. ഇത് വേറൊരു പ്രവാസമാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻറ് ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രവാസത്തിനകത്ത് കഷ്ടപ്പാട് നടന്നൊരു കാലഘട്ടമാണ്. പഠിക്കണം, ജോലി ചെയ്യണം, കൂടെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കണം. നാട്ടിലെപ്പോൾ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു സ്റ്റുഡൻറ് ലൈഫ് ഒരു വിദേശ രാജ്യത്തോട് തിരഞ്ഞെടുക്കാൻ. എന്താണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് UK-ക്കകത്തെ സ്റ്റുഡൻറ് ലൈഫ് നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. സ്റ്റുഡൻറ് വിസയുടെ കാലത്ത് എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള സ്ഥിരം പറ്റുകളാണ്. നമ്മളൊരു സ്ഥലത്ത് വന്ന് കയറുന്നു, അത് എവിടെ ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റികളുടെ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് വേറൊരു ടോപ്പിക്കാണ്. കാരണം എല്ലാ യൂണിവേഴ്സിറ്റിയും സെയിം അല്ല. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ആലോചിച്ചാൽ മതി. നമ്മുടെ കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളുണ്ട്, പാരലൽ കോളേജുകളുണ്ട്. എല്ലാവരും പഠിപ്പിക്കുന്ന വിദ്യയല്ലേ, എല്ലാവരും പഠിപ്പിക്കുന്നത് ഏതാണ്ട് ഒരേ ടോപ്പിക്കുകൾ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം ജോലി കിട്ടുന്ന ഒരുപോലെയാണ്. അവിടുന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേർക്കെല്ലാം ഒരേപോലെയാണ് ജോലി കിട്ടുന്നത്. അല്ല, ഇവിടെയും അങ്ങനത്തെ ഒരു കാറ്റഗറി തീർച്ചയായിട്ടും ഉണ്ട്. ടയർ 1 ലെവലിലുള്ള ഏറ്റവും ക്രീം ലെയറിലുള്ള ഏറ്റവും ഹൈ ലെവൽ ഓഫ് റേറ്റിംഗ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് കിട്ടുന്ന ജോലി പോലല്ല സാധാരണ ഏത് തട്ടുമുട്ട യൂണിവേഴ്സിറ്റികൾക്കകത്തും വന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേരുടെ ജോലിയുടെ ഒരു ലെവല്. സ്വാഭാവികമായിട്ടും ഇവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയോട് കുറയുന്നു. വന്നിറങ്ങുന്ന സ്ഥലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൈം റേറ്റ് മുതൽ താമസസൗകര്യം വരെ വന്നിറങ്ങുന്ന ഓരോ സ്ഥലത്തെയും കിട്ടുന്ന അവസരങ്ങൾ വ്യത്യാസമാണ്. പിന്നെ നിങ്ങൾ വന്ന് കൂടുന്ന പിയർ ഗ്രൂപ്പ്, നിങ്ങൾ വന്നിറങ്ങുന്ന സ്ഥലത്ത് ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ കുറേ റീൽസുകൾക്കകത്തൊക്കെ കാണുന്നതാണ്, ഞാൻ ഇംഗ്ലണ്ടിലോട്ടാണ് പഠിക്കാൻ വന്നത്, പക്ഷെ ഞാനിപ്പോൾ പഠിക്കുന്ന ഗുജറാത്തികളുടെയും പഞ്ചാബികളുടെയും കൂടെ ഒറ്റ ഇംഗ്ലീഷുകാരനെ പോയി കാണാനെന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അത് കറക്റ്റാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങനല്ല. പക്ഷേ അങ്ങനെ മാത്രം വർക്ക് ചെയ്യുന്ന, ഒരു കച്ചവടം മാത്രമായി കൊണ്ടു നടക്കുന്ന വെളിരാജ്യത്തുള്ള ഫോറിൻ സ്റ്റുഡൻസിനെ മാത്രം എടുത്ത് ജീവിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയുന്നത്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, ഞാൻ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് വന്നിറങ്ങുന്നത് ഈ ടൈപ്പിലുള്ള ഒരു ഏഷ്യൻ പോപ്പുലേഷൻ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് വന്നിറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോലികളെല്ലാം അവിടെ വിഭജിക്കപ്പെട്ട് പോകണം. ജോബ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരിക്കാം, ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം, പാർട്ട് ടൈമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ കൂടുതൽ ആൾക്കാർ മുഴുവൻ ജോലിയോട് നടക്കുക. അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവരെല്ലാം ശ്രമിക്കുന്നത് ഇതേ ടൈപ്പിലുള്ള ജോലികൾ കിട്ടാൻ വേണ്ടിയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയോട് കുറയുന്നു. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നു. ഒരു പാർട്ട് ടൈമായിട്ട് എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് ലാഭമാണ്. ഇവിടെയാണ് നിങ്ങളുടെ എയിം എന്തുവാണെന്ന് ചോദ്യം വരുന്നത്. നിങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും വന്ന് സർവൈവ് ചെയ്ത് ഇവിടെ സെറ്റാകാൻ വേണ്ടി മാത്രം വരുന്നവരാണ്. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതോ ഒരു വസ്തു പഠിച്ചിട്ട് ആ പഠിച്ചിറങ്ങിയ വസ്തു കൊണ്ട് നിങ്ങൾക്ക് നാളെ തിരിച്ചിറങ്ങണം. ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾ നാളെ തിരിച്ച് നിങ്ങളുടെ രാജ്യത്തോട് തിരിച്ചു പോവുക, അല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉള്ള വേറെ രാജ്യം കണ്ടുപിടിച്ച് കയറി പോവുക. ഇനി പോട്ടെ, നിങ്ങൾ ഈ പഠിച്ചിറങ്ങിയ ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടണം, അതിനുവേണ്ടി നിങ്ങൾ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ട ലക്ഷ്യമാണ്. അത് അവസാനം പറപ്പുറം എടുക്കുന്ന കാലത്തല്ല തീരുമാനിക്കേണ്ടത്. ഇപ്പം വന്നിരിക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ PhD കഴിഞ്ഞ് തിരിച്ചു പോകുക എന്ന് പറയുന്ന ഭൂരിഭാഗം പേർക്കും പറ്റുന്ന പറഞ്ഞാൽ വന്നിറങ്ങുന്ന കാലത്ത് അപ്പടി കടം, പ്രഷർ, പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ, നാട്ടിൽ നിന്നുള്ള ലോണ്, വീട്ടുകാരുടെ പ്രഷർ, പിന്നെ ചീത്തപ്പേര്, ആകെ ടോട്ടൽ മൊത്തം പ്രഷറാണ്, സ്ട്രെസ്സാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു അവസ്ഥ വെച്ചുകൊണ്ട് ഇവർ സ്വാഭാവികമായിട്ടും കണ്ടുപിടിക്കുന്നത് ഏറ്റവും ഈസി ജോബ് കണ്ടുപിടിക്കും. ഒരു ഉദാഹരണം പറയുകയാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കൈയിട്ട് നാട്ടിൽ നിന്ന് വന്ന ആൾ, പുള്ളിയുടെ ഫീൽഡ് എന്തുവാ, ഷെഫായിട്ടിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിൽ നിൽക്കുന്ന ആൾ, ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്ന ആൾ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ജോബ് എൻ്റെ തരണ്ടേ? അത് തരയില്ല. അതിന് പകരം ഇവിടെ വന്നിട്ട് ഏറ്റവും പെട്ടെന്ന് കയറാൻ പറ്റുന്ന ജോബ് എന്തുവാ, കെയർ ഹോം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഓഫ് ലൈസൻസ് ഷോപ്പുകൾ, അല്ലെങ്കിൽ ചെറിയ ഇതുപോലത്തെ മൾട്രാൾസ് പോലത്തെ ഷോപ്പുകൾ, അങ്ങനത്തെ ഷോപ്പുകൾക്കകത്ത് പെട്ടെന്ന് ജോലി കിട്ടുന്ന, അല്ലെങ്കിൽ ഗോഡൗണുകൾ, പെട്ടെന്ന് കിട്ടുക ഗോഡൗണുകൾ, ഇവിടെ എല്ലാം വന്ന് ജോലിക്ക് കയറും. ശമ്പളം വലിയ കുഴപ്പമൊന്നുമില്ല. അതാണ് വേറൊരു ഫാക്ടർ. ശമ്പളം കുഴപ്പമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ ഇവിടെ ജീവിച്ചു കൊടുത്ത പിള്ളേരുകളും തോറ്റു പോകുന്നത്. അങ്ങനെ തന്നെയാണ് അവരും അവരുടെ സ്കൂളിങ് കഴിഞ്ഞ് പെട്ടുപോകുന്നത്. ഈ കുഴപ്പമില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ഞാനിതിനടുത്ത് 10,000 പൗണ്ട് മുടക്കി ലോൺ എടുത്ത് വീട്ടിൽ പഠിക്കേണ്ട ആവശ്യം എന്തുവാ? ഇതിവിടെ ജനിച്ചു വരുന്ന പിള്ളേർക്ക് ഇതേ പ്രശ്നമുള്ളതാണ്. അത്ര വലിയ നിങ്ങൾ ക്രീമി ലെയർ ഓഫ് പഠിത്തക്കാരല്ല പിള്ളേരെങ്കിൽ
അവർ ഇവിടെ തട്ടിമുട്ടി ജോലികൾക്കകത്ത് നിൽക്കും, ആ ജോലിക്കകത്ത് ഒരു കുടുങ്ങി. ഇതിൻ്റെ അടുത്ത വേർഷമാണ് നമ്മുടെ പിള്ളേർക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരോട് വരുന്നു, അവർക്ക് എന്തിനകത്ത് ഫോക്കസ് ചെയ്യണമെന്ന് അറിയത്തില്ല, അവരുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നു. ഇവിടെ ജീവിച്ചു പോകാൻ വേണ്ട ശമ്പളം കിട്ടിയാൽ മതി എന്നൊരു അവസ്ഥയിലോട്ട് വന്നേച്ചും ആ ശമ്പളത്തിനോട്ട് മാത്രം അധ്വാനിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ടും അവർ കയറുന്ന ജോലികളെല്ലാം ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രമാവും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആദ്യത്തെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ അത്രയുണ്ട്. നമ്മളാരും ഫ്രീ വെള്ളിക്കരണ്ടിയും വായിക്കാത്തിട്ടോട്ട് ജനിച്ച ആൾക്കാരുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് പെട്ടെന്ന് കാശ് കിട്ടണം. ആ പെട്ടെന്ന് കാശ് കിട്ടാൻ വേണ്ടി നമ്മളെടുക്കുന്ന കോംപ്രമൈസിന്റെ ഭാഗമാണിത്. ഇവർ ഇവിടെ വന്നിട്ട് സ്വാഭാവികമായിട്ടും കെയർ ഹോം ജോബ് അല്ലെങ്കിൽ ജോബ് അടിപൊളി ജോബിനകത്ത് കയറുന്നു. അവനവൻ്റെ പ്രൊഫഷനകത്ത് പിടിച്ചിരിക്കാൻ ശ്രമിക്കത്തേയില്ല. വർഷം 1, 2, 3 കഴിഞ്ഞു പോയി. ഇവർ പഠിക്കുന്ന കോഴ്സ് കഴിയാറായി. കോഴ്സ് കഴിഞ്ഞിട്ട് PSWയിലോട്ട് കയറുന്ന കാലത്ത് ആണ് ഇവർ ചിന്തിച്ചു തുടങ്ങുന്നത്, അയ്യോ ഇവിടെ വർക്കൗട്ട് വേണ്ടേ. നമ്മുടെ പഠിച്ച സെക്ടറിൽ തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതേ സ്ഥാനത്ത് ഈ 3 വർഷം ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്ത് കാണും. അവന് മറ്റുള്ളവരെ പോലെ എല്ലാം ഓഫ് കിട്ടിയെന്ന് വരത്തില്ല. 3 ദിവസം ജോലി കിട്ടും, 4 ദിവസം കറങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. അത്ര ശമ്പളം കാണത്തില്ല. കാരണം അവൻ നിൽക്കാൻ ശ്രമിക്കുന്ന മൊത്തം അവൻ്റെ പ്രൊഫഷനകത്ത് കാലുറപ്പിക്കാനാണ്. അവൻ ഈ 3 വർഷം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത്, പക്ഷേ അവൻ നിൽക്കുന്ന ഫീൽഡിൽ അവൻ ഒരു പേരുണ്ടാക്കിയെടുത്ത് അവൻ്റെ ഫീൽഡിനകത്ത് അവന് ഒരിത് കിട്ടി. എന്താണെന്ന് എക്സ്പോഷർ എന്നുള്ളത് കിട്ടി. അവനെ കമ്പനിക്ക് മനസ്സിലായി, കമ്പനി അവനെ റെഡിയാണ് സ്പോൺസർ ചെയ്യാൻ വേണ്ടി അല്ലേ. സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 2 കൂട്ടരും ഇവിടുന്ന് പിരിയുന്നു. PSWൻ്റെ ആ സമയമാകുമ്പോൾ ഇവർ പിരിയുന്നു. PSW ആകുമ്പം ആദ്യത്തെ കൂട്ടർ കെയർ ഹോം ജോലിക്ക് വരെ മറ്റുള്ള ചെറിയ ആൾക്കാരെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. മറ്റവരെപ്പോഴും സ്ട്രഗിൾ ചെയ്യുവാണേ. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഈ കെയർ ഹോം ജോബുകാരുടെ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കയ്യിൽ അത്യാവശ്യം സേവിങ്ങൊക്കെ ഉണ്ട്. PSW എടുക്കണോ എടുത്തേക്കാം, അടുത്ത വിസ എടുക്കണോ, അടുത്ത വിസ എടുക്കുമ്പം അവനവൻ്റെ പ്രൊഫഷനോട് മാറാൻ പറ്റുന്നില്ല. കാരണം ആദ്യം ഇട്ട ഫോക്കസ് മാറിപ്പോയി. സ്വാഭാവികമായിട്ട് അവരെങ്കിലും ചെയ്ത് റെഡി വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കെയർ ഹോമിൻ്റെ വിസ എടുത്തേക്കാം. അതാണ് ഞങ്ങളെ അറിയുന്നത്, ഞങ്ങൾക്ക് എക്സ്പോഷർ കിട്ടിയ സ്ഥലം അതാണല്ലോ, ഞങ്ങൾക്ക് ആ കെയർ ഹോമിൻ്റെ വിസ എടുത്തേക്കാം. അങ്ങനെ എടുക്കുന്നു. 3 വർഷം നിൽക്കുന്നു, അല്ല 5 വർഷം നിൽക്കുന്നു. കാരണം PSW കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് അടുത്ത നമ്മുടെ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. PR-ന് വേണ്ടിയുള്ള കൗണ്ട് വർക്ക് പെർമിറ്റിനെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ 5 വർഷം ഇവിടെ നിൽക്കണം. 5 വർഷം ഇവിടെ നിൽക്കാൻ വേണ്ടി ഇവർ ഈ ജോബ് എടുക്കുന്നു നിൽക്കുക. കെയർ ഹോമിനകത്ത് ജോബിൻ്റെ വർക്ക് പെർമിറ്റ് എടുക്കുന്നു നിൽക്കുക. നിങ്ങൾ ആ ജോബിനകത്ത് കുടുങ്ങി. നിങ്ങൾക്കൊക്കെ ഒരു കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞു. 5 വർഷത്തെയും അതിന് മുമ്പത്തെ സ്റ്റുഡൻറ് വിസയുടെ പീരീഡിലേക്ക് അടുത്തതായിട്ടുള്ള കരിയർ ഗ്യാപ്പ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചിന്തിക്കുന്നത്, അതായത് ഇവിടെ പുരുവാൻ വരുന്ന പിള്ളേരായിട്ട് ചിന്തിക്കുന്നത്, കുഴപ്പമില്ല കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ട് സെറ്റാവും, PR ആകുമ്പോൾ ഞങ്ങളുടെ സെറ്റാവും. എന്നിട്ട് ഞങ്ങളുടെ പ്രൊഫഷനിലോട്ടുള്ള ജോലി തപ്പി തുടങ്ങും. ഏത് PR ആവും എന്നാലോചിക്കുക. നമ്മൾ ബാക്കിയുള്ള ഇത്രയും ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്ത് മറ്റുള്ള കാര്യത്തിൽ പുറകെ ഫോക്കസ്ഡ് ആയിട്ട് ജീവിച്ച ആൾക്കാരുടെ പൊട്ടന്മാരാണ്. ഇവർക്ക് ഈ ഓപ്പർച്യൂണിറ്റിക്കകത്ത് ഒരു ഇൻബാലൻസ് ഉണ്ടെന്നോ അല്ലെ അൺഫെയർ ആണെന്ന് ഇവർക്ക് തോന്നുന്നത് ഈ PSW കഴിഞ്ഞിട്ട് വർക്കൗട്ട് എടുക്കുന്ന കാലത്താണ്. ഇവർ വിചാരിക്കുന്നത് ഇത്രയും കാലത്ത് ഇവിടുത്തെ ജീവിതാനുഭവം പോരെയെന്നാണ്. പോരാ, നിങ്ങളെ കമ്പനി അറിയണം, നിങ്ങൾക്ക് വേണ്ട എക്സ്പോഷർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ സെക്ടറിലാണ് നിങ്ങൾക്ക് ജോലി വേണ്ടെങ്കിൽ ആ സെക്ടറിൽ തന്നെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ആ സെക്ടറിന് വേണ്ടി അധ്വാനിക്കണം. വേണ്ടേ? അതിന് പകരം താൽക്കാലിക ലാഭം കൊണ്ട് ഓരോ തട്ടിമുട്ടി ജോലികൾക്കകത്ത് നിർമ്മിച്ചു വിസ എടുക്കുന്ന സമയമാകുമ്പോൾ എൻ്റെ സെക്ടറിനകത്തേക്ക് ജോലി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് ഇപ്പോൾ ഇവിടുന്ന് നാട്ടിൽ പോകുന്ന പിള്ളേരുടെ എല്ലാം മിക്കവാറും പേരുടെ ജീവിതാനുഭവത്തിന്റെ അവസ്ഥ അതാണ്. ഇത് എന്ന് വെച്ചോണ്ട് ഇവിടെ ഈ ഉണ്ടായ അനുഭവങ്ങളൊന്നും നഷ്ടമാണെന്ന് പറയാനില്ല കേട്ടോ. ജീവിതത്തിൽ കിട്ടുന്ന ഒരു അനുഭവം നഷ്ടമല്ല. തോൽവിയാണ്ട് ജയമാണ്ട് ഇതൊന്നും പറയേണ്ട ആൾക്കാരാരാ. ഇവൻ തോറ്റുപോയി നമ്മൾ ജയിച്ചെന്ന് പറയേണ്ട ആൾക്കാരാരാ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടി, ഫോക്കസ്ഡ് ആയിട്ടുള്ളവൻ അവിടെ തന്നെ നിൽക്കും, കുറച്ച് സ്ട്രഗിൾ ചെയ്യും. വിസ വർക്കിലോട്ട് എടുക്കുന്ന സമയമാകുമ്പോൾ അവൻ്റെ കമ്പനി തന്നെ സ്പോൺസർ ചെയ്യും. അവൻ ഷെഫായിട്ടോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോസ്പിറ്റാലിറ്റി പറഞ്ഞോട് പറയുക, ഷെഫായിട്ടോ മറ്റുള്ളതായിട്ടോ IT-കാരനായിട്ടൊക്കെ അവൻ വർക്ക് പെർമിറ്റ് എടുക്കും, PR-ലേക്ക് പോകും. അവന് ഇടയ്ക്ക് ജോബ് സെർച്ച് ചെയ്യുകയോ കരിയർ പാത്ത് ചേഞ്ച് ചെയ്യുകയോ ട്രാക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അവൻ്റെ പ്രൊഫഷനിലാണ് നിൽക്കുന്നത്. അവൻ പഠിച്ചിറങ്ങിയ കോഴ്സ് അവൻ ചെയ്യുന്നത്. സോ ലൈഫ് ഈസ് ഈസി. അത് സ്ട്രൈറ്റ് ആയിട്ട് ഇനി മുമ്പോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ഇവിടുത്തെ ഈ സ്റ്റുഡൻറ് ലൈഫിൻ്റെ കാലം കഴിഞ്ഞ ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞതിന് കീഴെ കമൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ദയവ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സ്റ്റുഡൻറ് ലൈഫിൽ പാട്ടും പാടി ഓളം അടിച്ച് നമുക്ക് ട്രിപ്പും കളിച്ച് വീക്കെൻഡ് പാർട്ടിയും വെച്ച് കൂടാൻ നല്ല രസമായിരുന്നു. വർക്കൗട്ടിൽ കയറി ഒരു ജോബിനോട് കമ്മിറ്റായി. അതിനുശേഷം നിങ്ങൾക്ക് എത്ര പേർക്ക് കൂടാൻ പറ്റും? എല്ലാ വീക്കെൻഡിലും കൂടാൻ പറ്റും? നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? പറ്റും. നിങ്ങൾ വീണ്ടും കൂടും. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വീണ്ടും കൂടും. ശേഷം നിങ്ങൾ കല്യാണം കഴിക്കില്ലേ, പിള്ളേരാകും. എന്നിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് കൂടാൻ പറ്റുന്നുണ്ടേ? എത്ര സ്ഥലങ്ങൾക്കകത്ത് നിങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ടേ? നിങ്ങൾക്ക് ഒരുമിച്ചൊരു സ്ഥലത്ത് വരാൻ പറ്റുന്നുണ്ടോ? തൊമ്മൻ അഴിയുമ്പോൾ ചാണ്ടി മുഴുവനും അതേപോലത്തെ അവസ്ഥയല്ലേ. ഒരാൾക്കും ഒക്കെ ആണെങ്കിൽ മറ്റേയാൾക്കും ഒക്കെ എല്ലാം വരുന്നു. പഴയ പോലെ 10 പേര് കൂടി വീണ്ടും ട്രിപ്പ് വരാൻ വയ്യാതെ വരുന്നു. വീട് വാങ്ങിച്ചു ഉൾപ്പെടെ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. പഴയ പോലെ ശരിയാണ്, ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഓടിയെത്തും ദൂരെ കാണത്തുള്ളൂ. പക്ഷെ പറ്റുന്നില്ല. ഇതിനോട് കൂടിക്കൂടി വരിക. കമ്മിറ്റ്മെൻ്റ് ആയിക്കോട്ടെ, ജീവിതത്തിൻ്റെ പ്രഷർ ആയിക്കോട്ടെ, കൂടിക്കൂടിയേ വരുത്തുള്ളൂ, കുറഞ്ഞു വരത്തില്ല. അതായത് ഇപ്പം എനിക്ക് 2 പിള്ളേരാണ്. മൂത്ത ആൾ 7ാം ക്ലാസ്സിൽ പഠിക്കും, ഇളയാണ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ഈ രണ്ട് പിള്ളേരും സ്കൂളിൽ എത്തുന്നിടം വരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പം എൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്. 9 മണിക്ക് പിള്ളേർ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ 3 മണി വരെ ഞാൻ ഫ്രീയാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് 3 മണിക്കൂർ ദൂരോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. പിള്ളേരെ എടുക്കുന്ന സമയം എനിക്ക് അവിടെ കറക്റ്റ് സമയത്ത് വരണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ ഓർത്തണം എത്ര വർഷം ഈ പരിപാടി തുടങ്ങിയിട്ട്. 2010 12 കല്യാണം കഴിഞ്ഞു. കൊച്ചിനെ കൊണ്ട് 2013 അവിടെ വരുന്നത്. അന്ന് മുതൽ ഈ കൊച്ചിൻ്റെ ചൈൽഡ് കെയർ എന്ന സംഭവത്തെ കുടുങ്ങി നിൽക്കുക. ഇങ്ങനെ ഓരോരോ കേസുകൾക്കകത്ത് കുടുങ്ങിയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നാളെ രാവിലെ നേരം എടുക്കുന്നത്, നാളെ കഴിഞ്ഞ് പിന്നെ നല്ല വെയിലായിരിക്കും ഓർക്കും, അത് കഴിഞ്ഞാൽ അതിനടുത്ത പരിപാടി കിട്ടുമെന്ന് ഓർക്കും. ഇങ്ങനെ പ്രതീക്ഷകൾ കൊണ്ട് നമ്മളിങ്ങനെ ജീവിതം മുമ്പോട്ട് പോവുക. നിങ്ങൾ ആ പറയുന്ന മൊമെൻറ്റിൽ, നിങ്ങളുടെ ജീവിക്കുന്ന മൊമെൻറ്റിൽ നിങ്ങൾക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് നാളെ ഞങ്ങളുടെയൊക്കെ എക്സ്ക്യൂസുകൾ ഞങ്ങൾ പറയുന്നത് കുഴപ്പമില്ല, പിള്ളേർ 2 യൂണിറ്റ് പോകുന്നൊരു കാലം വരും. എത്ര വർഷം കഴിഞ്ഞാൽ ഇനിയുണ്ടൊരു 7-9 വർഷമോടെ 9 വർഷമോടെ കഴിഞ്ഞിട്ട് ഇനി സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാത്രേ. അന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് ഈ പറയുന്ന ചൊടിയും ചുണയും ആരോഗ്യമൊക്കെ ഉണ്ടാവും ഇല്ലെന്ന് തോന്നും. അപ്പം അതുകൊണ്ട് നാളെ ഒരു കാലം വരാൻ വേണ്ടി നോക്കിയിരിക്കരുത്. നിങ്ങളുടെ കരിയർ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കരിയറിനകത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ വന്നിറങ്ങുമ്പോഴേ ഫോക്കസ്ഡ് ആയിരിക്കുക എന്താണ് മുമ്പോട്ട് ഉണ്ടാകാൻ പോകുന്നത്. നാളെ ഒരു ദിവസം രാവിലെ നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും യോഗം മുഴുവൻ നിശ്ചലമായിട്ട് നിങ്ങളെ കാത്തിരിക്കത്തില്ല. വെയിറ്റ് ചെയ്തിട്ട് അവൻ്റെ സമയമായി, ഇനി അവനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഇരിക്കത്തില്ല. ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലോ ടിക്ടോക്കിൻ്റെ ഷോട്ടോ അല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ആയിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് ഇവിടെ സെറ്റിലാവോ മുമ്പോട്ട് കാര്യങ്ങൾ ചെയ്യുക ചെയ്യാം. സെറ്റിലാകുന്നതിൻ്റെ ഗുണം, അവനോട് പ്രൊഫഷണൽ സെറ്റിലാകുന്നതിൻ്റെ ഗുണം മോശമില്ലാത്തൊരു സാലറി കാണും, ജീവിതത്തിനകത്ത് ജോബിന് സെക്യൂരിറ്റി കാണും. നാളെ രാവിലെ നമ്മളെ ഇറക്കി പോകുന്നു പേടിക്കേണ്ട കാര്യമില്ല. നമുക്കറിയുന്നത് നമ്മൾ പഠിച്ച വിദ്യ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടെ പോയാലും ജോലി കാണും. അതുകൊണ്ട് തന്നെ പേടി കൂടാതെ ജീവിക്കാം. കുറേയേറെ വർഷങ്ങളോളം നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കും. ജീവിതത്തിൽ നമ്മൾ ഈ ആഗ്രഹങ്ങൾ, മനുഷ്യനെ കൊണ്ട് നിൽക്കേണ്ട കാര്യങ്ങൾ മൊത്തം ജീവിക്കുന്ന ആഗ്രഹങ്ങളാണ്. ചെറിയ വണ്ടി ഉടനെ വലിയ വണ്ടി വേണം തോന്നും, പിന്നെ SUV വേണം തോന്നും, പിന്നെ അതിനെക്കാട്ടും വലിയ 7 സീറ്റർ, അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ, വലിയ ഷോപ്പ് വണ്ടികൾ വേണം തോന്നും, വീട് വാങ്ങിക്കണം തോന്നും, പിന്നെ സേവിങ്ങുകൾ വേണം തോന്നും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം തോന്നും. ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ കയറി പോയത്. പണ്ട് സ്റ്റുഡൻസിൻ്റെ കാലത്ത് വെറും 700 പൗണ്ട് മാസം കിട്ടിക്കൊണ്ടിരുന്ന മനുഷ്യരാണ് ഞാൻ. ഒരു കുഴപ്പം കൂടെ ആഴ്ചയും 3 പ്രാവശ്യം എൻ്റെ കൂട്ടുകാരൊക്കെ കാണുന്നെന്ന് എനിക്കറിയാം. അവന്മാർ കമൻറ്റ് ചെയ്ത് ചെയ്യട്ടെ. ആഴ്ച 3 തവണ ലണ്ടനിൽ പോകാനും വീക്കെൻഡ് പാർട്ടി കൂടാനും ഈവൻ 6 മാസം ഒരിക്കലെങ്കിലും ഒരു നല്ല കിടക്കൻ ട്രിപ്പ് എല്ലാവരുടെ കൂടി പോകാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റുമായിരുന്നു ആ സാലറിക്കകത്ത് തന്നെ. ഇന്നത് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന ഉത്തരം. ഇല്ല. പക്ഷെ സാലറി ഭയങ്കരമാണ്. ഒരു മാസം ഒരു 6 ലക്ഷം രൂപ എടുത്ത് കുടുംബത്തിൽ, അതായത് എനിക്ക് മാത്രമല്ല കുടുംബത്തിന് വരുമാനമുണ്ട്. എന്നാലും നമുക്ക് ഈ പറഞ്ഞ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സാധനങ്ങൾ വാങ്ങിക്കുക കേട്ടോ. എല്ലാ സാധനങ്ങളുടെ ക്വാളിറ്റി മാറി, ഉപയോഗിക്കുന്ന വണ്ടികൾ മാറി, അസറ്റുകൾ മാറി, ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാറി, ഒക്കെ മാറി. പക്ഷേ അന്ന് ആ സ്റ്റുഡൻറ്റ് വിസ ജീവിച്ച ജീവിതമൊന്നും വീണ്ടും ജീവിക്കാൻ പറ്റിയിട്ടില്ല. ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ ഇത് തന്നെ പ്രശ്നം. ഒരുത്തം വരുമ്പോൾ മറ്റവന് വരാൻ പറ്റത്തില്ല. മറ്റവൻ വരുമ്പോഴത്തേനും വേറെ തന്നെ പെമ്പറത്തേക്ക് ഡ്യൂട്ടി ആയിരിക്കും, അല്ലെങ്കിൽ കൊച്ചിന് പനിയായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിന് സ്കൂളിനകത്ത് ഒരു പ്രോഗ്രാം കാണും. ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ലൈഫ് ആൻഡ് വർക്ക് എന്ന സംഭവം ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വർക്കിൽ കയറുന്നവരും ആലോചിക്കുക. കാരണം നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റുഡൻ്റ് ആൾക്കാർ കൊണ്ട് ഇൻഡിവിജ്വൽ ചെയ്തു തുടങ്ങിയത് അവരോട് പറയുന്നു, നിങ്ങളുടെ ഫോക്കസ് ആദ്യമേ തന്നെ തീരുമാനിക്കണം. എന്തിനകത്ത് നിൽക്കണം. ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി, ഇവിടെ ഒരു പെർമനൻറ്റ് വിസ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ വന്നവരാണെങ്കിൽ നോ പ്രോബ്ലം അറ്റ് ഓൾ, ക്യാരി ഓൺ. നിങ്ങൾക്കിവിടെ കാരണം നിങ്ങളുടെ ലക്ഷ്യം അത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്ത് നിങ്ങളോട് ജീവിച്ചു പോയി, അതിനുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ജീവിതം. അല്ലാത്തൊരു അവനവൻ്റെ ഫീൽഡിനകത്ത് കയറാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ ഫോക്കസ്ഡ് ആയിരിക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. വർക്ക് ഉൾപ്പെടെ കരിയർ ഉൾപ്പെടെ നേരത്തെ പ്ലാൻ ചെയ്യുക. അല്ലാതെ ലാസ്റ്റ് മൊമെൻറ്റ് എല്ലാവരും ഓടുന്നവർ ഓടിയിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് അനന്തം ചെയ്യാതെ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അങ്ങനെ ഓപ്പർച്യൂണിറ്റി അവിടെ കിടപ്പില്ല. അതുകൊണ്ടാണ്. എനിവേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.